എൻ്റെ അഭിപ്രായത്തിൽ മൈത്രേയനെ വിചാരണ ചെയ്യാൻ തക്ക ആഴവും ഉൾക്കാഴ്ചയുമുള്ള മാധ്യമ അഭിഭാഷകർ കേരളത്തിൽ ജനിക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്നിട്ടും അദ്ദേഹം നമ്മളോട് സംസാരിക്കാൻ ഇപ്പോഴും സമയം ചെലവാക്കുന്നു എന്ന അത്ഭുതം മാത്രമേ എനിക്കുള്ളൂ. അദ്ദേഹം കൂടുതൽ എഴുതുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തെ മനസ്സിലാക്കുന്ന തലമുറ വരാനിരിക്കുന്നതേ ഉള്ളൂ. കാലത്തിന് മുമ്പേ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് അവർ അത്ഭുതം കൂറും. ഉറപ്പ്. മുരളി തുമ്മാരുകുടി. അപ്പോൾ മൈത്രേയൻ സത്യം പറഞ്ഞാൽ മൈത്രേയൻ്റെ ആദ്യമായിട്ട് ഞാനൊരു മൈത്രേയൻ്റെ വീഡിയോ കാണുന്നത് എനിക്ക് 2019 അവസാന സമയത്താണ്. 2019 അവസാനം അല്ലെങ്കിൽ മിഡിൽ. അന്ന് ബിജു മോഹൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിലാണ് വീഡിയോ വരുന്നത്. ആദ്യമായിട്ട് ഞാൻ കണ്ട വീഡിയോ വയലൻറ്റ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റേസ്, മനുഷ്യർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ്. അതൊരു 1.5 മണിക്കൂറോളമുള്ളൊരു വീഡിയോ ആണ്. ഗംഭീര സാധനമാണ്. ഗംഭീര സാധനം എന്ന് പറഞ്ഞാൽ പുള്ളി സംസാരിക്കുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പുള്ളി സംസാരിക്കുന്നത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ അത്രയും കൺവിക്ഷനോടുകൂടി, അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പുള്ളി സംസാരിക്കുന്ന, ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒറ്റ വീഡിയോ തന്നെ പുള്ളിയുടെ ഒരു ഫാൻ ബോയ് ആയിട്ട് മാറി. ഓക്കെ, പിന്നെ പുള്ളീനെ പറ്റി സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഇത് ഏതാണ് ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു മൈൻഡായിരുന്നു. പിന്നെ യൂട്യൂബ് സെർച്ച് ചെയ്യാൻ നേരത്താണ് ഈ കാര്യമായിട്ട് വീഡിയോ ഒന്നുമില്ല. അന്ന് എനിക്ക് തോന്നുന്ന ഈ ബിജുമോഹൻ്റെ ചാനലല്ലാണ്ട് എനിക്ക് വളരെ ചുരുക്കം ഹാപ്പിനെസ് പ്രോജക്റ്റിലുള്ള ഒരു വീഡിയോ, അങ്ങനത്തെ കുറച്ച് പ്രോജക്റ്റുകൾ, ധന്യവർമ്മയുടെ, അന്ന് എനിക്ക് മാതൃഭൂമിയുടെ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിനുശേഷം ഈ പുള്ളിയുടെ ഈ വീഡിയോ വീണ്ടും കാണുന്നു, ഇതിൻ്റെ കൂടെ വന്ന മറ്റേ വീഡിയോ കാണുന്നു. എനിക്കൂടെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വീഡിയോ വരുള്ളൂ. ആ സമയത്ത് നാട്ടിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, സിദ്ദീഖ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇയാളുടെ ഭയങ്കരമായ ഫാൻ ബോയ്സാണ്. കാരണം പുള്ളിയുടെ വീഡിയോ വന്നാൽ അപ്പോൾ തന്നെ അവൻ എനിക്ക് ഇട്ടാ വന്നിട്ടുണ്ട്, അടുത്തത് വന്നിട്ടുണ്ടെന്ന് പറയും. അങ്ങ് എങ്ങനെയെങ്കിലും അടുത്തത് വന്ന് ഇയാൾ ആരാണ്, എന്താണിത്, എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം അത്ര രസമാണ്. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ വീഡിയോ ഒന്ന് കണ്ടുപോക്കുക, അല്ലെങ്കിൽ ഏത് വീഡിയോ, ആ സമയത്തുള്ള ഏത് വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഭയങ്കര രസകരമായിട്ടത് മനസ്സിലാവുകയും ചെയ്യും. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലേക്ക്. അതായത് ഞാൻ ഇപ്പോഴും പുള്ളിയുടെ കുറേ സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്, കുറേ പരിപാടി. അപ്പോൾ അതിനുശേഷം മറ്റേ ജല്ലിക്കെട്ട് സിനിമ ഇറങ്ങിയ സമയത്ത് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടതിൻ്റെ ഒരു എഫക്റ്റിലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ചെങ്കിലുമൊക്കെ അത് മനസ്സിലായത്. ഈ സാധാരണ അങ്ങനത്തെ പടങ്ങൾ എനിക്ക് മനസ്സിലാവാറ്. അതിനുശേഷം ഏതാണ്ട് ഇപ്പോൾ 2019 പിന്നെ 20 ഞാൻ നാട്ടിൽ പോയി. കൊറോണ സമയത്ത് 20, 21, 22 ഈ കാലഘട്ടത്തിലൊക്കെ പുള്ളിയുടെ, എൻ്റെ ഒരു കണക്ക് ശരിയാണെങ്കിൽ, ഞാൻ സാധാരണ എൻ്റെ കൂട്ടുകാരോട് പറയാറുണ്ട്, നിങ്ങൾ എന്നോട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മൈത്രേയൻ എങ്ങനെ ഉത്തരം പറയും എന്ന രീതിയിൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റും. അത്രത്തോളം പുള്ളി അങ്ങനെ സംസാരിക്കുമെന്ന് എനിക്ക്, ഞാൻ അത്രത്തോളം പുള്ളിനെ മനസ്സിലാക്കിയിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ എനിക്കാണ് യൂട്യൂബിൽ ഇപ്പോൾ ഈ ലാസ്റ്റ് ഒരു 1.5 വർഷമായിട്ട് അങ്ങനെ കാര്യമായിട്ടില്ല, കാരണം ഇഷ്ടംപോലെ വീഡിയോസ് വരുന്നത്. അതിന് മുമ്പ് എനിക്കാണ് യൂട്യൂബിൽ പുള്ളിയുടേതായിട്ട് മൈത്രേയനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വീഡിയോസും 90-95% വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ പറയണതെന്ന് വെച്ചാൽ, ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ പണ്ട് ഇങ്ങനെ അധികാരം സംസാരിക്കാറില്ല. ഞങ്ങളിങ്ങനെ ഞങ്ങൾ കുറേ പേർക്ക് വീഡിയോ അയച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങേരുടെ ലൈഫ്, ഇങ്ങനെ തപസ് ചെയ്യാൻ പോയത്, ഇങ്ങേരുടെ മറ്റേ ധ്യാനിക്കാൻ പോയ പരിപാടി, തപസ് ചെയ്യാൻ പോയ പരിപാടി, എന്താണ് അതിൻ്റെ ഈ സന്യാസിയായി നടന്ന പരിപാടികൾ, പിന്നെ പുള്ളി സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇറങ്ങി, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, DYFIയുടെ മാസിക എഡിറ്ററായിട്ട് നിന്ന കാലഘട്ടം, അങ്ങനെ ഒരുപാട് പരിപാടികൾ. അങ്ങനെ പുള്ളി സത്യത്തിലൊരു നമുക്ക് എല്ലാവർക്കും റെസ്പെക്റ്റ് തോന്നുന്ന, പുള്ളിയുടെ എല്ലാവിധ ജീവിത വീക്ഷണങ്ങളും അംഗീകരിക്കുന്നതല്ല, പക്ഷെ നമുക്ക് റെസ്പെക്റ്റ് തോന്നും. പുള്ളി സംസാരിക്കുമ്പോഴും പുള്ളി സംസാരിക്കുന്ന കാര്യങ്ങൾ, സംസാരിക്കുന്ന ആശയം എന്താണ് പറയുന്നത്, അത് ജീവിതത്തിൽ ഇത്രയും ക്ലിയറായിട്ട് പകർത്തുക. അതിപ്പോൾ എന്താശയമാണെങ്കിലും പറയുന്ന വിഷയത്തോട് ഇത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. പക്ഷേ ഇപ്പം ഞാൻ പറയാൻ തുടങ്ങിയത് അതുകൊണ്ടല്ല. ഇപ്പം ഞാൻ മൈത്രേയനെ പറ്റി പറയാൻ കാരണം സത്യത്തിൽ ഒരു വിമർശനാത്മകമായിട്ട് സമീപിക്കാമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ എവിടെ നോക്കിയാലും മൈത്രേയനാണ്. ഫാമിലി ഗ്രൂപ്പിലും വരാൻ തുടങ്ങി വീഡിയോ, കൂട്ടുകാരുടെ ഗ്രൂപ്പിലും വരാൻ തുടങ്ങി. ഇപ്പോൾ ഒരുപാട് പണ്ടുണ്ട് പുള്ളിക്ക് സപ്പോർട്ടേഴ്സ് ഉണ്ട്. പുള്ളിയുടെ യൂട്യൂബിൽ ചാനൽ വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ മനസ്സിലായി, ഏത് ചാനലാണെങ്കിലും പുള്ളിയുടെ വീഡിയോ വരുന്ന സമയത്ത് വ്യൂ കൂടുതലായിരിക്കും, കമൻറ്റിൽ നല്ല സപ്പോർട്ടുണ്ട്. പക്ഷേ പൊതുസമൂഹത്തിലേക്ക് പുള്ളിക്ക് ഒരു സപ്പോർട്ട്, ഒന്നാമത് കുറേ ട്രോളിംഗ് ഉണ്ടായിരുന്നു, ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു പുള്ളിയുടെ മീശയായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ തുടരും സിനിമയിലെ റെഫറൻസ് വന്നു. അതുകൊണ്ട് മാത്രമല്ല പുള്ളിയുടെ ഒരു ഫാൻ ബേസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഫാൻസ് വന്നിട്ട് പുള്ളി പറയുന്നത് മനസ്സിലാവണമെങ്കിൽ 30 വർഷം കഴിയും, പുള്ളി പറയണ മനസ്സിലാവണമെങ്കിൽ ചിലപ്പോൾ 40 വർഷം കഴിയും, പുള്ളി പറയണ മനസ്സിലാകാൻ തന്നെ പറ്റാണ്ടിരിക്കും ചിലപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ ഇമാതിരി തള്ളു ലെവലിലേക്കൊക്കെ പരിപാടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ്. വിമർശനാത്മകമായിട്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ ഫാൻസിൻ്റെ 30 വർഷം 40 വർഷം പോസ്റ്റുകളല്ലാതെ സത്യത്തിൽ എന്നെ ട്രിഗർ ചെയ്യാനുള്ളൊരു കാരണം, ഞാൻ സംസാരിക്കണമെന്ന് വിചാരിക്കാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ, ഈ മുരളി തുമ്മരുകുടി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയൊരു ഇൻഫ്ലുവൻസറാണ്. പുള്ളി ഒരു ഇൻ്റർനാഷണൽ ഫിഗറാണ്. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഇപ്പോൾ നിലവിൽ. അപ്പോൾ പുള്ളിയുടെ പോസ്റ്റിൽ പുള്ളി പറഞ്ഞിരിക്കുകയാണ്, പുള്ളി പറയുന്നത് മൈത്രേയൻ പറഞ്ഞാൽ മനസ്സിലാവുന്ന തലമുറ വരാനിരിക്കുന്നതേ ഉള്ളൂ, അവർ അത്ഭുതപ്പെടുമെന്നൊക്കെയാണ് പുള്ളിയും പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാം. മൈത്രേയൻ പറയുന്ന മനസ്സിലാക്കാനെന്ന് പറഞ്ഞാൽ
സത്യം പറഞ്ഞാൽ ഒരു സാമാന്യ ബോധമുള്ള ഒരാൾ. അതായത് നമ്മളിപ്പോൾ വെറുതെ ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, പണിക്ക് പോകുക എന്നുള്ളതല്ലാതെ ജസ്റ്റ് നമ്മൾ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമല്ലോ. എനിക്കൊരു കേരളത്തിൽ 90-95% ആൾക്കാർ അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള ഏതൊരു മനുഷ്യനും മൈത്രേയൻ പറയുന്നത് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഇനി ഒരു 10 വർഷം 30 വർഷം കഴിയേണ്ട കാര്യമില്ല. സ്കൂളിൽ പോകാത്ത ആളാണെങ്കിൽ പോലും സാമാന്യ ബോധമുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുള്ളി പറയുന്ന വീഡിയോ കേട്ട കാര്യങ്ങൾ പറഞ്ഞാൽ ഇന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് കഥയില്ല. പക്ഷേ പുള്ളി പറയുന്നതിലെ പ്രശ്നങ്ങൾ, പുള്ളി പറയുന്നതിൽ എന്തെങ്കിലും ഒരു പോയിന്റിൽ നമുക്കൊരു ഒരു പ്രശ്നം കാണുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം മനസ്സിലാക്കാൻ ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ 2-3 വർഷം എടുക്കേണ്ടി വരും. കാരണം പുള്ളി ഒന്നാമത് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാറുള്ളൂ, ഒറ്റയ്ക്ക് കാര്യങ്ങൾ സംസാരിക്കുള്ളൂ. എതിർപ്പ് ഒരാൾ സംസാരിക്കാൻ പുള്ളി സംസാരിക്കാറില്ല, സമ്മതിക്കാറില്ല. ബേസിക്കലി പുള്ളി അതെന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കും. പുള്ളി അവിടെ നിന്ന് അതിൻ്റെ ആവശ്യമില്ല. കാരണം പുള്ളി മനസ്സിലാക്കിയ കാര്യങ്ങൾ പുള്ളി പറയുന്നു. അതിന് ഓപ്പോസിറ്റ് പറയേണ്ട കാര്യമില്ല. നിങ്ങളെന്താണോ നിങ്ങൾ എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇതാണ് പുള്ളിയുടെ ഒരു രീതി. അപ്പോൾ മുരളി തുമ്പരുകൂടി ഇപ്പോൾ മൈത്രേയനെ പറ്റി പറഞ്ഞത് പുള്ളി കൂടുതൽ എഴുതുകയാണെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളി മൈത്രേയനെ സംബന്ധിച്ചിടത്തോളം മൈത്രേയൻ ഇപ്പോൾ ഈ ചാനലിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് 90% കാര്യങ്ങളും പുള്ളി ഓൾറെഡി ഒരു പുസ്തകമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് മനുഷ്യരറിയാനെന്നാണ്. അപ്പോൾ ഞാൻ ഈ മൈത്രേയൻ ഫാൻ ബോയ് ആയിട്ട് നടക്കുന്ന സമയത്ത് പുള്ളിയുടെ ഏതോ ഒരു വീഡിയോയിൽ പുള്ളി പറയുന്നുണ്ട്, ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിന് പുള്ളി എഴുതിയിട്ട് പുള്ളി അതിന് കോപ്പിറൈറ്റ് ഒന്നും വെച്ചിട്ടില്ല. ആർക്ക് വേണമെങ്കിലും എടുത്ത് പബ്ലിഷ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു പബ്ലിഷിംഗ് ഹൗസ് ഉണ്ടെങ്കിൽ എനിക്കിത് പബ്ലിഷ് ചെയ്യാം, വിൽക്കാം. പുള്ളിക്ക് റോയൽറ്റി ഒന്നും കൊടുക്കണ്ട, പുള്ളിക്ക് പ്രത്യേകിച്ച് ഫീസൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം പുള്ളി മനസ്സിലാക്കിയ കാര്യങ്ങൾ ആളുകൾക്ക് പറയാം. ഞാൻ പറയുന്നത് ആത്മാർത്ഥയുടെ നിറകൂടമാണ് മനുഷ്യൻ. ഓക്കെ, അപ്പോൾ ഈ പുസ്തകം മനുഷ്യരറിയാമെന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ഈ പുസ്തകം നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ മുരളി തുമ്പരുകൂടിയൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതൊന്ന് നോക്കാം. പുള്ളി മൈത്രേയൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചിലപ്പോൾ 30 വർഷം എടുക്കും, 20 വർഷം എടുക്കും. അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാക്കാമെന്നുള്ളതാണ്. പുസ്തകം നല്ല രസമാണ്. തുടക്കം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ പുസ്തകം ഇത് ഏത് പബ്ലിക്കേഷൻസാണ്, സൂചിക ബുക്സ് പുറത്തിറക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഫ്രണ്ടിൽ തന്നെ ലോകത്തെ അറിഞ്ഞുകൊണ്ട് ജീവിതം സുഗമമാക്കാനുള്ള പുസ്തകം എന്നാണ് ഫ്രണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നന്ദി പറയൂല, ആമുഖം കഴിഞ്ഞിട്ട് നന്ദി പറയുന്നുണ്ട് മൈത്രേയൻ. നന്ദിയുടെ എൻഡിങ് അടിപൊളിയാണ്. അതായത് എല്ലാറ്റിനും അവസാനം ജനിച്ച് ജീവിക്കാൻ എന്നെ സഹായിച്ച എല്ലാ ചരാചരങ്ങൾക്കും നന്ദി എന്ന് പറഞ്ഞാൽ താഴെ മൈത്രേയൻ ഭൂമി മൈത്രേയൻ @gmail.com അഡ്രസ്സ് വെച്ചേക്കണം, ഭൂമി എന്നാണ് വെച്ചേക്കണത്. അത് മാസമാണ് പുള്ളി. അപ്പോൾ ഈ പുസ്തകത്തിലേക്ക് വരാം. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോർഷൻ ഉണ്ട്. അതായത് ആദ്യത്തെ ചാപ്റ്റർ ജീവിതത്തിൻ്റെ അർത്ഥമാണ്. പക്ഷേ അതിന് മുമ്പ് ഒരു പേജുണ്ട്. അപ്പോൾ ആ പേജ് നമുക്ക് തുടങ്ങാം. ഒന്നല്ല, അതിന് മുമ്പത്തെ ഒരു ഇൻട്രൊഡക്ഷനാണ്. മനുഷ്യന് ആവശ്യമാണ് തുടക്കങ്ങളും ഒടുക്കങ്ങളും. ഇല്ലാതിരുന്നിട്ടുണ്ടായതല്ല ഈ പ്രപഞ്ചം, അതുള്ളതാണ്. അതിനൊരു തുടക്കമോ അവസാനമോ ഇല്ല. അതിനൊരു സൃഷ്ടികർത്താവുമില്ല. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചമാണിത്. മാറ്റങ്ങളുടെ ഗതിവേഗം വ്യത്യസ്തമാണ്. അത് മനസ്സിലാക്കാൻ നാം മനുഷ്യർ വികസിപ്പിച്ചെടുത്ത 2 അളവുകോലുകളാണ് കാലവും ദേശവും. കാലത്തിലും ദേശത്തിലും നിലനിൽക്കുന്നവയല്ല വസ്തുക്കൾ, മറിച്ച് കാലവും ദേശവും വസ്തുക്കളുടെ മാറ്റങ്ങളെ അളക്കാനുള്ള കോലുകൾ മാത്രമാണ്. അപ്പോൾ ഇതിൽ ഇത്രയും വായിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നിയോ? സാധാരണ രീതിയിൽ നമുക്ക് തോന്നാൻ ചാൻസ് ഇല്ല. എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നില്ല മുമ്പ്. പക്ഷേ ഇതിൽ ബേസിക്കലി 3 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഉള്ളതാണ്. അതായത് പ്രപഞ്ചം എന്നും ഉള്ളതാണ്. പ്രപഞ്ചം ഇല്ലാതിരുന്നിട്ട് ഉണ്ടായതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തത് അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റോട് നിങ്ങൾ ചേർത്ത് വെച്ചാൽ ലോജിക്കലി അതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ചാൽ എന്നെന്നും നിലനിൽക്കുന്ന ഒരു സാധനം അതിന് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യമല്ല. കാരണം എന്താ വെച്ചാൽ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ സമയം വെച്ചിട്ടാണ് മാറ്റം അളക്കുന്നത്. മാറ്റത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നതിന് സമയം വെച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ കൈ ഇവിടെ നിൽക്കുന്നു, അടുത്ത സെക്കൻഡിൽ എൻ്റെ കൈ ഇവിടെ നിൽക്കുന്നു എന്ന് പറയുന്നത് അത് ആ സമയം ഇല്ലെങ്കിൽ അവിടെ മാറ്റമില്ല. അപ്പോൾ എന്നെന്നും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം, അല്ലെങ്കിൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം എന്നെന്നും ഉള്ളതാണെന്ന് പറയാൻ പറ്റില്ല. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്നും പ്രപഞ്ചം ഉള്ളതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇവൻറ്റ്, അതായത് പ്രസൻറ്റിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രപഞ്ചം അനന്തമാണെന്നുണ്ടെങ്കിൽ, പാസ്റ്റിലേക്ക് അനന്തമാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആണെങ്കിൽ, എന്നെന്നും ഉള്ളതാണെങ്കിൽ, ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന ഇവൻറ്റ് നടക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥക്ക് മുമ്പ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇവൻറ്റ്സ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇവൻറ്റ്സ് കഴിഞ്ഞിട്ട് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. അതായത് സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാനൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു വലിയൊരു സ്റ്റെപ്പ് കാണുകയാണ്. അതായത് മുകളിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു, അതിങ്ങനെ താഴേക്ക് പോകുന്നു. മുകളിലേക്ക് എനിക്ക് അറ്റം കാണാൻ പറ്റില്ല, താഴേക്ക് അറ്റം കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കറക്റ്റ് ഒരു പുള്ളി ആ സ്റ്റെപ്പ് വഴി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളോട് ഞാൻ പുള്ളിയോട് ചോദിക്കണം, എന്തൊക്കെയാണ് ചേട്ടാ വിശേഷം ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറയുന്നത്, ഞാൻ ഈ ഇറങ്ങി വരുന്ന സ്റ്റെപ്പ് അത് മുകളിലേക്ക് അനന്തമാണ്, അവിടെ നിന്നാണ് ഞാൻ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള ഒരു സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് പുള്ളി ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ പുള്ളി എന്നെ ഒരിക്കലും കാണില്ല. മനസ്സിലാവുന്നുണ്ട്? പുള്ളി എന്നെ കാണണമെന്നുണ്ടെങ്കിൽ അതിനൊരു തുടക്കമുണ്ട്. അപ്പോൾ ഈ പാസ്റ്റിലുള്ള ഇൻഫിനിറ്റി പോസിബിൾ ആണെന്നൊരു പ്രോബ്ലം ഇതിൻ്റെ അകത്ത് ഒന്നാമത് കിടക്കുന്ന ലോജിക്കൽ പ്രോബ്ലം ഉണ്ട്. രണ്ടാമത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ടൈം ബൗണ്ടാണ്. അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മൂന്നാമത്തെ പ്രശ്നം പറഞ്ഞിട്ട് രണ്ടാമത്തിലേക്ക് വരാം. മൂന്നാമത്തെ പ്രശ്നം കാലവും ദേശവും വസ്തുക്കളുടെ മാറ്റങ്ങൾ അളക്കാനുള്ള അളവ് കോലുകളാണെന്നാണ് പുള്ളി പറയുന്നത്. അതും തെറ്റാണ്.
കാരണം ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് കാലവും ദേശവും, അതായത് സ്പേസും ടൈമും കൂടി ചേർന്നാണ് സത്യത്തിൽ പ്രപഞ്ചം. അല്ലാതെ അത് നമ്മൾ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അളവുകോലല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ബേസിൽ നോക്കുമ്പോൾ ഇന്നത്തെ പ്രപഞ്ചത്തിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ബിഗ് ബാങ്ങോട് കൂടിയാണ് സമയവും തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ സമയത്തിന് തന്നെ ഒരു തുടക്കമുണ്ട്. അപ്പോൾ ടൈമിന് തുടക്കമുള്ളൊരു സമയത്ത് ടൈം ബൗണ്ടായിട്ടുള്ളൊരു സാധനം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സാധനം എന്നും ഉള്ളതാണെന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ പുറത്തുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ലോജിക്കൽ പ്രോബ്ലം ഉണ്ട്. ഈ 3 പ്രശ്നങ്ങൾ ഈ ഒരൊറ്റ പേജിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, അപ്പോൾ സാധാരണ ആൾക്കാർ ചോദിക്കണേ, നിനക്ക് ഈ മൈത്രേയം പറഞ്ഞ് മനസ്സിലായിട്ടില്ല, ഇനി ഒരു 30 വർഷം കഴിഞ്ഞ് ഒന്നും കൂടി പുസ്തകം വായിച്ചോക്കെ ചിലപ്പോൾ മനസ്സിലാവും. അപ്പോൾ ശരിയാണ്, നീ ഇത് പുള്ളിനെ വിമർശിക്കാൻ നിനക്ക് എന്ത് വിവരമുണ്ട്? ഈ പുള്ളിനോട് നീ ഒന്ന് ചോദിച്ചു നോക്കി, ഇപ്പോൾ നിൻ്റെ ഇൻഫിനിറ്റർ പ്രശ്നമൊക്കെ പുള്ളിനോട് ചോദിച്ചാൽ പുല്ലുപോലെ ഉത്തരം പറയും, നിങ്ങൾക്ക് ചമ്മിപ്പോകും എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവും. ശരിയാണ്, ഞാനിപ്പോൾ മൈത്രേയനോട് സംസാരിക്കാൻ അല്ലെങ്കിൽ മൈത്രേയൻ്റെ വിഷയത്തിൽ പുള്ളിനെ അനലൈസ് ചെയ്യാനുള്ള കഴിവെനിക്കില്ല. പക്ഷേ ഈ ചോദ്യം പുള്ളിനോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ബേസിക്കലി സാധാരണ പുള്ളിയിരുന്ന് ഇങ്ങനെ സംസാരിക്കൽ മാത്രമേ ഉള്ളൂവെങ്കിലും പുള്ളിനോട് തിരിച്ച് ചോദ്യങ്ങൾ ചെയ്യുന്ന ചില സ്ഥലങ്ങളിൽ സംവാദം നടന്നിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലത്ത് സംവാദം നടന്നത് ഗ്രേസെൽ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അതൊരു ക്രിസ്ത്യൻ യുവാക്കളുടെ ഒരു സംഘടനയാണ്. ഓക്കെ, അത് ഗ്രേസെൽ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവരുടെ ഒരു ചാനലിൽ ഒരു സംവാദം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സംവാദത്തിൽ ഈ ചോദ്യം മൈത്രേയനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് എക്സാക്റ്റ് അതെങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് പുള്ളി അതിന് ഉത്തരം പറയുന്നത് എന്താണെന്നൊന്ന് ശ്രദ്ധിച്ച് കേട്ടോ. ഒരു മിനിറ്റ്. ഇയാൾ നേരത്തെ പറഞ്ഞില്ലേ, ഡെമട്രിയർ പറഞ്ഞില്ലേ, ഇത് എന്താണ് ഒരു തുടക്കമുണ്ടെന്ന്. ഞാൻ തുടക്കമുള്ള ആളല്ല, തുടക്കമില്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പാസ്റ്റ് ഇൻഫിനിറ്റ് ആണ്? എന്നെ സംബന്ധിച്ചോളം പ്രപഞ്ചം ഉള്ളതാണ്. പ്രപഞ്ചം ഉള്ളത് പ്രപഞ്ചമേ ഉള്ളൂ. പ്രപഞ്ചമുണ്ട്. പ്രപഞ്ചത്തിന് ആരംഭമില്ല. പ്രപഞ്ചം ഇല്ലാതിരുന്നിട്ടുള്ളതല്ല. അപ്പോൾ പ്രപഞ്ചത്തിന് ആരംഭമില്ല, നിരന്തരം മാറുന്നു. അപ്പം പ്രപഞ്ചത്തിന് ആരംഭമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാസ്റ്റ് ഇൻഫിനിറ്റ് ആണ്. പാസ്റ്റ് ഇൻഫിനിറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ ലോകത്തിനെ മനസ്സിലാക്കാൻ പോകുമ്പോൾ നമ്മളുടെ മനസ്സിലാക്കലിന്റെ ഭാഗമായിട്ടാണ് ഇൻഫിനിറ്റും അല്ലാതെ തുടക്കങ്ങളും ഉണ്ടാകും. ഇതിൻ്റെ ഫുൾ വീഡിയോ ഈ ഗ്രേസെൽ എന്ന് പറഞ്ഞ ചാനലിൽ കിടക്കുന്നുണ്ട്. മൈത്രേയൻ ഗ്രേസെൽ എന്ന് അടിച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ ഞാനതിൽ ഈ ഞാനിപ്പോൾ ഈ വായിച്ച ഒരൊറ്റ പേജിലുള്ള വിഷയം മാത്രം വരുന്ന സാധനങ്ങളിൽ ഒന്നാണിത്. അപ്പോൾ അതിൽ വേറൊരു ഇതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ട്. അതും കൂടി ഒന്ന് എനിക്ക് ഞാൻ ഒഫൻസ് ഒന്നും എടുക്കുന്നില്ല. കാരണം ഞാൻ ഇയാളുടെ ആർഗ്യുമെന്റ്, എനിക്ക് തന്റെ ആർഗ്യുമെന്റ് ഇല്ല. എന്റെ സമയത്തോളം എന്റെ മനസ്സിലാക്കലാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലാക്കുമ്പോൾ തനിക്ക് വേണമെങ്കിൽ അത് എടുക്കാതിരിക്കുക, അത് ഇയാളുടെ മാത്രം പ്രശ്നമാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ പ്രപഞ്ചത്തിന് ഒരു അനന്തത ഉണ്ടോ ചോദ്യത്തിന് നമ്മൾ ഇത്രയും വന്നു. ഇവരെല്ലാം താങ്കൾ പറയുന്നത് മെഷർമെന്റ് തീരും. അത് ഞാൻ ആദ്യം തന്നെ അംഗീകരിച്ചല്ലോ. മെഷർമെന്റ് അല്ല ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു, കാരണം ഞങ്ങൾ ഇപ്പം പിന്നെ തുടർന്നിട്ട് പിന്നെ അതേ കാര്യം പറയും. ഞാനിപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ പ്രപഞ്ചത്തിന് പാസ്റ്റ് ഇൻഫിനിറ്റ് ആണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴത്തേന് നമ്മുടെ പാസ്റ്റ് ഇൻഫിനിറ്റ് ആണോ എന്ന ക്വസ്റ്റൻ ചോദിക്കുമ്പോഴത്തേന് നമ്മുടെ അപ്പാരറ്റസ് ലിമിറ്റഡ് ആണെന്ന് പറയുന്നത് ഒരു എപ്പിസ്റ്റമോളജിക്കൽ പ്രോബ്ലമാണ്. നമുക്ക് അറിയാൻ കഴിയുമെന്ന് ഞാൻ ചോദിച്ചത് താങ്കൾ പറയുന്ന അനുസരിച്ച് പ്രപഞ്ചം അനന്തമാണ്. പക്ഷേ അനന്തത എന്ന് പറയുന്നത് ആക്ച്വൽ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതേ പറഞ്ഞാൽ അത് തന്റെ മാത്രം പ്രശ്നമാണ്, എന്റെ പ്രശ്നമല്ല. അപ്പോൾ ഈ പയ്യൻ അതിൽ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, അതായത് ഇത് പാസ്റ്റ് ഇൻഫിനിറ്റ് ആണോ എന്ന് നമുക്ക് അളക്കാൻ പറ്റില്ല, പോയി നോക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു എപ്പിസ്റ്റമോളജിക്കൽ പ്രോബ്ലമാണ്. അതായത് നമുക്ക് അളക്കാൻ പറ്റൂല്ല എന്നുള്ള ചോദ്യമാണ്. പക്ഷേ അത് പോസിബിൾ ആണോ എന്നുള്ളത് പറയാനുള്ള ലോജിക്കൽ ക്വസ്റ്റ്യനാണ്. അതായത് ഇപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി വന്ന ഒരാളുടെ അടുത്ത് അയാൾ ഇൻഫിനിറ്റ് ആയിട്ടാണ് ഞാൻ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പോയി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഇൻഫിനിറ്റ് ആണോ എന്ന് പോയി ചെക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ അത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്പ് അതിന് പുറകിലില്ല, ഉണ്ടാവാൻ സാധ്യമല്ല എന്ന് പറയാൻ അത് ലോജിക്കൽ ക്വസ്റ്റ്യനാണ്. അത് ഉണ്ടാവില്ല എന്നുള്ളത് ലോജിക്കലി സ്വാഭാവികമായിട്ട് ഏതൊരു മനുഷ്യനും ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിൽ പറയാവുന്ന ഒരു വിഷയമാണ്. അതാണ് ഇയാളോടൊരു ഓണ്ടോളജിക്കൽ പ്രോബ്ലമാണ്, എപ്പിസ്റ്റമോളജിക്കൽ പ്രോബ്ലം അല്ലാന്ന് ഇയാളോട് ചോദിക്കുന്ന പയ്യൻ കൃത്യമായിട്ട് അതിൻ്റെ അത് ചോദിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ തന്നെ ബാക്കിയൊരു സംഭവമുണ്ട്. കുറേ മനുഷ്യർ കൂടുന്നത് വഴി അറിവൊന്നും ഉണ്ടാകത്തില്ല. E=mc² എന്ന് പറഞ്ഞാൽ ആളുകളെ എണ്ണം കൊണ്ടുണ്ടാകുന്നതല്ല, ലോകത്തിനെ പറ്റിയുള്ള ഒരു മനസ്സിലാക്കലാണ്. ഈ മനസ്സിലാക്കൽ അതുവരെയുള്ള മനുഷ്യരുടെ പല പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നുണ്ടാകും. അതുകൊണ്ടാണ് അത് എടുക്കുന്നത്. അതേപോലെ മനസ്സിലാക്കേണ്ടതാണ്, പ്രപഞ്ചം ഉള്ളതാണ്. ഉള്ള പ്രപഞ്ചം നിരന്തരം മാറുന്നതാണ്. നിരന്തരം മാറുന്ന പ്രപഞ്ചത്തിനെ അറിയാൻ ആര് ശ്രമിച്ചാലും അവർക്ക് തുടക്കങ്ങളും അവസാനങ്ങളും ആവശ്യമാണ്. ഈ തുടക്കങ്ങളും അവസാനങ്ങളും ആവശ്യമായത് കാരണം കൊണ്ടാണ് അറിവിന് പരിമിതികൾ വരും. അപ്പോൾ അറിവിന് പരിമിതിയുടെ അപ്പുറത്ത് എന്നുള്ളത് എന്നോ അഭ്യൂഹങ്ങൾ നിൽക്കും. അറിവിന്റെ പരിമിതി എന്നല്ല ഞാൻ ചോദിച്ചത്. ഇപ്പം വീണ്ടും അതേ കാര്യം പറയുന്നു. അപ്പോൾ അതിൽ മൈത്രേയൻ പറയുന്ന ന്യായം എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ സംഭവമായിട്ട് ഒരു ബന്ധമില്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ആൾക്കാർ കൂടിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ E=mc² എന്നുള്ള പരിപാടി നമ്മൾ എടുക്കാൻ കാരണം അത് ആളുകൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ട് എടുത്തതെന്ന്. അപ്പോൾ അതായത് സയൻസ് ഒരു സാധനം കണ്ടെത്തുമ്പോൾ, സയൻസിലൊരു സാധനം കണ്ടെത്തുന്നത് ആളുകൾക്ക് ഉപകാരപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് എടുക്കുന്നത് എന്നാണ് പുള്ളി മനസ്സിലാക്കുന്നത്. അതായത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, ലോജിക്കലി പറ്റാത്ത, സയൻറ്റിഫിക്കലി പറ്റാത്തൊരു വാദമാണത്. അതായത് E=mc² കൊള്ളാം, ആളുകൾക്ക് ഉപകാരപ്പെടും, അത് എടുത്തേക്കാം, അങ്ങനെയാണ് സയൻസ് ഉറക്കിയതെന്നാണ് മൈത്രേയൻ പറയുന്നത്. എന്നിട്ട് പുള്ളി പറയുന്നത്
അതെന്തിനാ പുള്ളി പറയുന്നത് വെച്ചാൽ അങ്ങനെ മനുഷ്യർക്ക് ഉപയോഗം ഉള്ളതുകൊണ്ടാണല്ലോ E=MC² എടുത്തത്. എന്നാൽ അതുപോലെ ഞാൻ പറയുന്നത് വേറൊരു സാധനം എടുക്കണം. അത് ഏത് സാധനമാണ് പുള്ളി പറഞ്ഞത് അതിന് ശേഷം? ആ പറഞ്ഞ സാധനമാണ് ഞാൻ നേരത്തെ ആദ്യം വായിച്ചത്. ഇല്ലാതിരുന്നിട്ടുണ്ടായതല്ല പ്രപഞ്ചം, അതുള്ളതാണ്, അതിനൊരു തുടക്കമോ അവസാനമില്ല, അതിനൊരു സൃഷ്ടികർത്താവില്ല, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചമാണ്, മാറ്റങ്ങളുടെ ഗതികൾ വ്യത്യസ്തമാണ്, എല്ലാ തുടക്കങ്ങളും മനുഷ്യനിർമ്മിതമാണ്, മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആർക്കും തുടക്കം ആവശ്യമാണ്. ഈ ഒരു പേജ് പുള്ളി കാണാതെ പഠിച്ചിട്ട് റിപ്പീറ്റ് ചെയ്യണം. അല്ലാതെ ആ ചോദ്യത്തിന് മനസ്സിലാക്കി ആൻസർ ചെയ്യണം. എനിക്കത് ആവശ്യമില്ല എന്ന് പുള്ളി പറയുന്നത്. എനിക്കത് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ലോകത്തെ മനസ്സിലാക്കാൻ ആ സംഭവത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് പുള്ളി പറയുന്നത്. അതായത് പുള്ളി പറയുന്നുള്ള സയൻസിൻ്റെ ഒരു മെത്തഡോളജിയിൽ നമ്മൾ ജീവിത വീക്ഷണത്തെ കാണുന്ന പരിപാടിയല്ല പുള്ളി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കൺക്ലൂഷനിലേക്ക് പിന്നെ വരാം. ഇനി ഒരു ലാസ്റ്റ് എൻഡ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് വിശദീകരിക്കുന്ന ഒരു സാധനം കൂടി ഉണ്ട്. അതുകൂടി കണ്ടു കഴിഞ്ഞാൽ ഈ പോർഷൻ, ഈ പറഞ്ഞ ഇൻഫിനിറ്റുമായിട്ട് ബന്ധപ്പെട്ട പോർഷൻ തീരും. പ്രസന്റ് എന്നൊരു മൂവ്മെന്റ് പാസ് ഇൻഫിനിറ്റ് ആണെങ്കിൽ പോസിബിൾ അല്ല. ഇത് ഞാൻ പറയുന്നതല്ല, ആക്ച്വൽ ഇൻഫിനിറ്റി പോസിബിൾ അല്ല എന്ന് മാത്തമാറ്റീഷ്യൻസ് ഫിലോസഫേഴ്സും ഹിൽബർട്ട് ഷോർട്ടർ പോലുള്ള അല്ലെങ്കിൽ അലക്സാണ്ടർ പ്രൂസിന്റെ ഗ്രിംസ് റീപ്പർ പാരഡോക്സ് ഒക്കെ കാണിക്കുന്ന ഒരു ഇൻഫറൻസ് ആണ്. അപ്പം ഇവിടെ ബേസിക്കലി ഒരു ഇങ്ങനത്തെ ഇൻഫറൻസുകളോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്ന ഒരാളുമായിട്ട് എനിക്ക് ആവശ്യം തർക്കിക്കാൻ വേണ്ടിയല്ല, തർക്കമില്ല, എനിക്ക് തർക്കമില്ല, ഞാൻ ആക്ച്വലി ആ പോയിന്റ് വിടുക. പക്ഷേ പ്രസന്റ് എന്നുള്ള മൊമെന്റ് തന്നെ കാണിക്കുന്നത് സയൻസ് മാറ്റി വെച്ചാൽ പോലും ഫിലോസഫിക്കലി മാത്തമാറ്റിക്കലി യു കൻ ഷോ ദാറ്റ് പുറകോട്ട് പോയാൽ ഇൻഫിനിറ്റ് അല്ല, ഒരു ആരംഭമുണ്ട്. അതാണ് പുള്ളി അത് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പുള്ളി അതിൻ്റെ ഉത്തരം പറയുന്നില്ല. പുള്ളിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി അപ്പം തന്നെ മറ്റേ റെക്കോർഡ് ചെയ്ത് വെച്ച പോലെ, പുള്ളിയുടെ അടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ പുള്ളി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പോലെ, അല്ല പ്രപഞ്ചത്തിനൊരു തുടക്കമില്ല, പ്രപഞ്ചം ഇല്ലാതിരുന്നിട്ടുണ്ടായതല്ല. ഈ പറഞ്ഞ പേജ് ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് പേജ് കാണാതെ പിടിച്ച് പുള്ളി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പയ്യൻ അത് പറഞ്ഞ് അവസാനിപ്പിച്ചത്, നിങ്ങൾ സയൻസ് മാറ്റി വെച്ചാൽ പോലും, ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ പോലും, ഇന്ന് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കിൽ പാസ്റ്റ് ഇൻഫിനിറ്റ് ആയിരിക്കില്ല. കാരണം ഇന്ന് എന്ന് പറഞ്ഞൊരു സംഭവം, ഇന്ന് യൂണിവേഴ്സിൻ്റെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിവിടെ നിലവിൽ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഈ നടന്ന സംഭവത്തിന് മുമ്പ് ഈ യൂണിവേഴ്സിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഈവൻറ്റ്സ് നടന്നു പോയിട്ടില്ല. അങ്ങനെ പോയിട്ട് അതിൻ്റെ എൻഡിൽ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. കാരണം ഇൻഫിനിറ്റി പാസ്റ്റിൽ പോസിബിൾ അല്ലെന്ന് പുള്ളി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇതായിരുന്നു ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, ഇനി ഇത് കഴിയുമ്പോഴും എന്ത് ചെയ്യാം, മൈത്രേയൻ ഫാൻസിന് ചോദിക്കാം. അതായത് അതൊരു ഗ്രേസെൽ എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ ചാനലാണ്, അവരുടെ മതപ്രചരണത്തിന് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ചാനലാണ്. ക്രിസ്ത്യാനികളുടെ ചാനലിൽ ഇരുന്നിട്ട് അവരുടെ വിശ്വാസികളുടെ ന്യായം വെച്ചിട്ടൊന്നും മൈത്രേനെ പിടിക്കാൻ പറ്റില്ല, അത് ഞങ്ങൾ അംഗീകരിക്കില്ല. കാരണം വിശ്വാസികൾ എന്തിനാണ് സയൻസ് സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അടച്ചാക്ഷേപിക്കുന്ന ഒരു പരിപാടി മൈത്രേനുണ്ട് ഈ സംഭവം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പോയിന്റിലേക്ക് പോകും. അതായത് പിന്നീട് സംവാദമായിട്ട് മൈത്രേനുമായിട്ട് സംവാദത്തിലുള്ളൊരു സംഭവം തന്നെ വൈശാഖൻ തമ്പിയായിട്ടാണ്. വൈശാഖൻ തമ്പി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വൈശാഖൻ തമ്പിന് ഈ പറഞ്ഞ മൈത്രേൻ ഫാൻസിലൂടെ തള്ളാൻ പറ്റില്ല. കാരണം ഇന്ന് കേരളത്തിൽ നിലവിലുള്ളതിൽ ഫിസിസിസ്റ്റ്, മറ്റേ PhD എടുത്തിട്ടുള്ള, മെറ്റീരിയൽ സയൻസിൽ PhD എടുത്തിട്ടുള്ള, ഫിസിക്സിനെ പറ്റി ആധികാരികമായിട്ട് മലയാളത്തിൽ യൂട്യൂബിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് വൈശാഖൻ തമ്പി. പാൻ കേരള അംഗീകരിക്കപ്പെട്ടുള്ള ഒരു മനുഷ്യനാണ്. സയൻസിൻ്റെ കാര്യം ഞാൻ ഇഷ്ടംപോലെ വീഡിയോ പുള്ളിയുടെ കാണാറുണ്ട്, നല്ല രസമാണ്. ഈ പറഞ്ഞ പോലെ വെറുപ്പ് പ്രചരിപ്പിക്കാത്ത നിരീശ്വരവാദികൾ വളരെ കുറവാണെന്ന് സോഷ്യൽ മീഡിയയിൽ. ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ഒന്ന് മൈത്രേയൻ, ഒന്ന് വൈശാഖൻ തമ്പി, അതുപോലെ മറ്റേ വിശ്വനാഥൻ ഡോക്ടർ, അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാളാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു പരിപാടിയുണ്ട്. അതിൽ ഇതേ സാധനം മൈത്രേൻ ഇറക്കുന്നുണ്ട്, പ്രപഞ്ചം ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇറക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളിനോട് പറയുന്നുണ്ട്, ഞാൻ സയൻറ്റിസ്റ്റ് ഒന്നുമല്ല, അപ്പോൾ സയൻസ് അറിയാവുന്ന ഒരാളെന്നുള്ള നിലക്കാണ് ഞാൻ വൈശാഖനോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ പുള്ളി ചോദിക്കുന്നുണ്ട്, സമയമില്ലാതെ മാറ്റത്തെ നിങ്ങളിങ്ങനെ വിശദീകരിക്കും. പിന്നെ അതിനുശേഷം പുള്ളി അതിന് മറുപടി പറയുന്ന ഒരു പോയിന്റാണ് നമുക്ക് നോക്കാം.